രണ്ട് കുട്ടികൾ മഞ്ഞുപാളികളുടെ മുകളിലൂടെ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കുട്ടി മഞ്ഞുപാളിയൊക്കെ പൊട്ടിയിട്ട് നദിയിലേക്ക് വീണു. മറ്റേ കുട്ടി എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ആ നദിയിലേക്ക് എത്താൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ആ കുട്ടി എവിടെ നിന്നൊക്കെയോ ഒരു വലിയ വടി എടുത്തുകൊണ്ട് വന്ന് മഞ്ഞുപാളിയൊക്കെ തല്ലി തകർത്ത് മറ്റേ കുട്ടിയെ രക്ഷിച്ചു. ഉടനെ തന്നെ മെഡിക്കൽ സംഘം അവിടെ എത്തുകയും ഈ കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ നൽകി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഈ ചെറിയ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ കമ്പെടുക്കുകയും മഞ്ഞുപാളിയൊക്കെ തകർത്തത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടെ ഇത് ചെയ്യാൻ പറ്റിയതെന്ന്. ഇവൻ ഇത്രയും വലിയൊരു കമ്പെടുത്തുകൊണ്ട് വന്നപ്പോഴോ അല്ലെങ്കിൽ ആ മഞ്ഞുകട്ട അടിച്ച് തകർക്കാൻ പോയപ്പോഴോ അവനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ഈ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് ആ ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ് അവനത് ചെയ്തത്. മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ആത്മബോധത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ആത്മധൈര്യത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയത്തിൻ്റെ മുൻപിലേക്ക് എത്താൻ കഴിയുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ ബോധം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും. കറേജിയസ് ആയിട്ട് പല ഡിസിഷൻസും എടുത്തെങ്കിൽ മാത്രമേ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെയും നമ്മൾ വളരെ കറേജിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ ആളുകളും വളരെ കറേജിയസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുകയും ലൈഫ് ലീഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി നമുക്ക് ലഭിക്കും. വലിയ വലിയ അത്ഭുതങ്ങളായിരിക്കും നടക്കുക. നാളെ കാണാം. Life is beautiful. Expect nothing and appreciate everything. Bye.